നിരന്തര പീഡനത്തെ തുടർന്ന് വിദ്യാർത്ഥിനി തീ കൊളുത്തി മരിച്ചതിൽ ഒഡീഷയിൽ പ്രതിഷേധം ശക്തം. സംസ്ഥാനത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ബന്ദ് പൂർണ്ണമാണ്. ഡൽഹിയിലെ ഒഡീഷ ഭവനിലേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. ഫാക്കിർ മോഹൻ കോളേജിലെ ബി.എഡ് വിദ്യാർത്ഥിനിയായ 22-കാരിയാണ് മരിച്ചത്. അരവിന്ദ് വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, പ്രതിഷേധം ഇരമ്പുകയാണ് ഒഡീഷയിൽ. ഈ പെൺകുട്ടിയുടെ മരണം അതിലേക്ക് നയിച്ചതിന്റെ പശ്ചാത്തലം, കാരണം ഈ അധ്യാപകന്റെ ഭാഗത്തുണ്ടായ വീഴ്ച, ഇതൊക്കെ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഉണ്ടാകുന്നത്. ഇന്ന് പൂർണ്ണമായും ഒഡീഷയിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ബന്ദ് പ്രഖ്യാപിച്ചത്. ഇതുകൂടാതെ തന്നെ രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഡൽഹിയിൽ ഒഡീഷ ഭവനിലേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തുകയും പിന്നാലെ ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ കോളേജിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ആ വിദ്യാർത്ഥി സംഘടനകളും പറയുന്നത്. ഫാക്കിർ മോഹൻ കോളേജിലെ ബി.എഡ് വിദ്യാർത്ഥിയാണ് 22-കാരി. നിരന്തരം ഈ അധ്യാപകന്റെ പെരുമാറ്റത്തെ കുറിച്ച് പരാതി നൽകിയിരുന്നു. പക്ഷേ ഇത് പരിശോധിക്കുമെന്ന് പറയുന്നതല്ലാതെ കൃത്യമായി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് വിദ്യാർത്ഥി തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുകയും കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകുവാൻ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഒഡീഷയിൽ ഇത്തരത്തിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് പെൺകുട്ടികളുടെ സുരക്ഷയിലടക്കം ഉണ്ടാകുന്നതെന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. ഇന്ന് ട്രെയിനുകളും അതുപോലെ തന്നെ റോഡുകൾ അടക്കം പൂർണ്ണമായും അടച്ചുകൊണ്ടൊരു പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. വരും ദിവസവും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകുമെന്നും കോൺഗ്രസ് അതുപോലെ തന്നെ ഇടതുപക്ഷം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നുണ്ട്.